ഒരാളിങ്ങോട്ട് വരൂ. എന്താണ് അച്ഛാ? അച്ഛന്റെ കാലിൽ പഴുപ്പ് കയറിയിട്ടുണ്ട്. കാല് മുറിച്ചേ പറ്റൂ. ആച്ചി എന്റെ മകളല്ലെന്ന് പറഞ്ഞ് കല്യാണം മുടങ്ങിയതോടെ ഞാൻ തകർന്നുപോയി. അതെല്ലാം ഓർത്തുകൊണ്ട് ആ സൈക്കിൾ ചവിട്ടിയത്. ഭാഗ്യം, കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാൻ? ഒരു കാല് മുറിച്ചു, നടുവിന് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. സ്ക്രച്ചസ് നടക്കുമ്പോഴും പരസഹായം വേണം. മരിക്കുന്നതിന് മുമ്പ് എന്റെ മകളുടെ വിവാഹം നടന്നു കാണണമെന്നൊരാഗ്രഹമേ എനിക്കിപ്പോഴുള്ളൂ. എന്നെ അതിന് സഹായിക്കണം. ഞാനത് ഏറ്റു. എന്റെ വിവാഹക്കാര്യം ഓർത്ത് അച്ഛൻ വിഷമിക്കരുത്. അച്ഛൻ ഈ നിലയിൽ കിടക്കുമ്പോൾ എത്ര നിർബന്ധിച്ചാലും ഞാൻ വിവാഹം കഴിച്ചു പോവുകയില്ല. മാലതിയുടെ രോഗം കാരണം നിന്റെ പഠിത്തം നഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ കാരണം നിന്റെ ജീവിതവും നഷ്ടപ്പെടുത്തുകയാണോ? മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ജീവിതം നഷ്ടപ്പെടുകയില്ല. ഗോപി ഒരു വിവാഹം കഴിച്ചുകൊണ്ട് വന്ന് ആ കുട്ടി വീട്ടിലെ ചുമതലകളൊക്കെ ഏൽക്കുന്നത് വരെ അച്ഛൻ എന്നോട് വിവാഹക്കാര്യം പറയരുത്. മോള് പറയുന്നത് ന്യായമാണ്. ഗോപിക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അതൊന്ന് ആലോചിക്കാം. നല്ല കുടുംബം, പൈങ്കിളി പോലത്തെ സ്വഭാവമുള്ള, കാണാൻ കൊള്ളാവുന്നൊരു പെങ്കൊച്ച്. ഒരു വീട്ടിലെ എല്ലാ കാര്യവും നോക്കിക്കൊള്ളു. നമ്മുടെ ആഴ്ചയെ കാണുമ്പോഴെല്ലാം ഞാൻ ആ പെങ്കൊച്ചിനെ ഓർത്ത് പോകും. മോശമില്ലാത്ത സ്വത്ത്, പോക്കറ്റ് മണിയൊന്നും തരാൻ കാണത്തില്ല. കാണാനും ഭേദം. മോനെ, കുരിയച്ചൻ നിനക്ക് വേണ്ടി ഒരു പെണ്ണെ ആലോചിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടി കുരിയച്ചൻ ബുദ്ധിമുട്ടുണ്ട്. നിന്റെ വിവാഹം നടന്നാലേ ആച്ചി ഒരു വിവാഹത്തിന് സമ്മതിക്കൂ. അച്ഛൻ നിർബന്ധിച്ചാൽ എപ്പോ വേണമെങ്കിലും വിവാഹം നടത്താം. ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണാണ്. വിവാഹ ചെലവിനായി കുറെ രൂപയും ഒരു കാറും തരാമെന്നവരെ അറിയിച്ചിട്ടുണ്ട്. കൊച്ചിന്റെ പേര് സുലോചന. ഭാഗ്യത്തിന് അച്ഛൻ തന്നെ ഇങ്ങോട്ട് നിർബന്ധിച്ചു. അച്ഛന്റെ കിടപ്പിൽ അങ്ങോട്ട് പറയുന്നത് എങ്ങനെയെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. വിവാഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയ തിടുക്കമൊന്നുമില്ല. വിവാഹം ഒരു ലൈസൻസ് മാത്രമല്ലേ. പിന്നെ എന്റെ അച്ഛനെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഉടനെ തന്നെ ആകാമെന്ന് സമ്മതിക്കുന്നത്. അപ്പോ വിവാഹം ഉറപ്പിക്കാൻ ഞാൻ എന്റെ അപ്പൂപ്പനെയും കൂട്ടി അടുത്ത ഞായറാഴ്ച വരുമെന്ന് അച്ഛനോട് പറഞ്ഞേക്കൂ. പിന്നെ മറ്റു കാര്യങ്ങൾ സുലോചനയുടെ അച്ഛന്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞോളാം. പെണ്ണും ചെറുക്കനും ഇങ്ങോട്ട് നടന്നു കയറിക്കോളൂ. മോളെ, അങ്ങോട്ടിറങ്ങി കൈക്ക് പിടിച്ച് കയറ്റണം. വലതുകാലം വെച്ച് കയറണം. പോയി അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കൂ. വളരെ സന്തോഷം. ഞങ്ങൾക്ക് അത്ര വലിയ സന്തോഷമില്ല. അതെന്താ? പെണ്ണിന്റെ കൈക്ക് പിടിച്ച് അകത്തേക്ക് കയറ്റിയ പെണ്ണേതാണ്? പെണ്ണേതാ? ചെറുക്കന്റെ പെങ്ങള്. പ്രഭാകരൻ പിള്ളയുടെ മകള് ഒന്നല്ലേ പ്രസവിച്ചുള്ളൂ. പക്ഷേ അവർക്ക് 2 മക്കളാണ്, ഒരു പെണ്ണും ഒരാണും. പ്രഭാകരൻ പിള്ളയുടെ മകള് പ്രസവിച്ചതാണോ ആ പെണ്ണിനെ? അവളുടെ ജാതി എന്താണെന്നറിയാം? ജാതി എന്താണെന്നറിയാം? മനുഷ്യജാതി. പോയി ജോലി വരെ നോക്കണോ?
രണ്ടുപേരും അച്ഛന്റെ കാലിൽ തൊട്ട് തൊഴു. ഇതാ പാല്. ഇന്ന് രണ്ടുപേർക്കും കൂടി ഒരു ഗ്ലാസ്സിലാണ്. പകുതി ഭർത്താവിനും പകുതി ഭാര്യയ്ക്കും. ഒരു ഗ്ലാസ് കൂടി തരൂ. വേറെ ഗ്ലാസ് വേണ്ട. വേണം. മൂത്രം ഒഴിക്കണം. മോളെ, കുടിക്കാൻ വല്ലതും വേണോ? വേണ്ട, മോള് പോയി കിടന്നോളൂ. അടുക്കളയിലെല്ലാം പെറുക്കി വെച്ചിട്ട് ഞാൻ വന്നു കിടന്നോളാം. ഇനി എന്റെ മുറിയിൽ ആരും കിടക്കണമെന്നില്ല. നീ നിന്റെ മുറിയിൽ കിടന്നു. അത് വേണ്ട. എന്തെങ്കിലും ആവശ്യം വന്നാലോ? അച്ഛൻ ഉറങ്ങിക്കുള്ളൂ. ലൈറ്റ് അണച്ചേക്കാം. വേഗം വരാം. ആച്ചി ഗോപിയുടെ ആരാ? സഹോദരി. സ്വന്തം അമ്മ പ്രസവിച്ചെങ്കിലല്ലേ സഹോദരിയാവൂ. അല്ലാതെയും ആകുമെന്നതിന് തെളിവാണ് എന്റെ അച്ഛയമ്മ. ചിരി വരുന്നു. ഈ വീട്ടിൽ അവർക്ക് നൽകിയിരിക്കുന്ന പദവി കാണുമ്പോൾ അസൂയം തോന്നുന്നു. എന്റെ അമ്മായിയമ്മ ചമഞ്ഞത് അവരാണല്ലോ. നേരം വളരെ വൈകി. നമുക്കുറങ്ങാം. ഗോപിക്ക് നല്ല പരിചയമായില്ല. സൂക്ഷിച്ചോടിക്കണം. നിങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ലേ? വരും. ഇന്ന് നമ്മൾ ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്റെ 2-3 ഫ്രണ്ട്സും കാണും. അവരെ കൂടി ഇങ്ങോട്ട് ക്ഷണിക്കാമായിരുന്നില്ലേ? പോകാം. ആ നിക്ക്. എന്താണോ ഗോപി ഇത്? ഇങ്ങനെയാണോ പൗഡർ ഇടുന്നത്? അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നു. സമയം പോയി. നേരത്തെ വരണേ. അയ്യോ അയ്യോ അയ്യോ. അയ്യോ നല്ലൊരു കാര്യം പറയാം. നീ എന്നെ വേല വെക്കുന്നല്ലേ? എവിടാ നിന്റെ ടൂറുകാരി? പണവും വാങ്ങിക്കൊണ്ട് പാർട്ടി ഇപ്പോഴും ടൂർ തന്നെയാ. ശരി, അവിടെ ടൂർ നടക്കട്ടെ. നീ എന്റെ കാശ് തിരികെത്താ. കാശോ? അത് അന്നേ തീർന്നു പോയില്ലേ? വാങ്ങിച്ചാൽ ഞാൻ തിരിച്ചു കൊടുക്കാറില്ല. അത് കേട്ടിട്ടില്ലല്ലേ? ഓഹോ, അങ്ങനെയാണോ? എന്നാ ഇതുകൂടെ ഇരിക്കട്ടെ. ഇതിന്റെ ബാക്കി ഞാൻ പിന്നെ തന്നോളാം. ഗോപിയുടെ വിവാഹം കഴിഞ്ഞിട്ടും എന്റെ മോൾക്കൊരു സ്വൈര്യവുമില്ല. എനിക്കൊരു സ്വൈരക്കേടുമില്ല. അച്ഛാ,
അനിലമ്മാവിന്റെ കത്തുണ്ട്, അച്ഛന്റെ പേർക്കാണ്. ആ, പൊട്ടിച്ച് വായിക്കൂ. അതെന്താണ്? ഗോപിയുടെ പേർക്ക് അയച്ച പാർസലാണ്. എനിക്ക് 2 സാരി. പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ, ആച്ചി, ഗോപി, നേരിൽ പരിചയമില്ലാത്ത സുലോചന എന്നിവർക്ക് അനിൽ സ്നേഹപൂർവ്വം അയക്കുന്ന കത്ത്. ആദ്യമായി ശ്രീനിയേട്ടന്റെ വിവരം അന്വേഷിക്കട്ടെ. നട്ടെല്ലിനുള്ള പ്ലാസ്റ്റർ എടുക്കാറായോ? പൂനെയിൽ പോയി കാല് മാറ്റിവെക്കുന്നതിനെ പറ്റി വല്ലതും അന്വേഷിച്ചോ? ഇപ്പോൾ ആരോഗ്യനില ഭേദപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗോപിയുടെ വിവാഹം കഴിഞ്ഞ വിവരത്തിനുള്ള കത്ത് കിട്ടി. വധുവരന്മാർക്ക് അമ്മാവന്റെ ആശംസകൾ. ഗോപിയുടെ പേരിൽ ഒരു പാർസൽ കൂടി അയക്കുന്നു. 2 സാരികളാണ്. ഒന്ന് സുലോചനയ്ക്ക്, ഒന്ന് ആച്ചിക്ക്. ആച്ചി എന്തു പറയുന്നു? ഇതുവരെ ശ്രീനിയേട്ടനെ ശുശ്രൂഷിക്കാൻ ആളില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നല്ലോ. ഇനിയും അത് പറയാൻ പറ്റുമോ? ആച്ചിയുടെ വിവാഹത്തിന് നല്ലൊരു സമ്മാനം അയച്ചു തരുന്നുണ്ട്. ഇഷ്ടമുള്ളത് എടുത്തോളൂ. ആ, വായിക്കടാ. എനിക്ക് സുഖം തന്നെ. മിക്കവാറും 7 വർഷം പൂർത്തിയാക്കിയേ വരൂ. അനിൽ ഇങ് വന്നിരുന്നെങ്കിൽ. കുറെ നേരമായി ഞാൻ കാത്തിരിക്കുന്നു. എനിക്ക് നല്ല വിശപ്പ്. നിങ്ങൾ വരാതെ കഴിക്കുന്നത് എങ്ങനെയാ? ഒറ്റയ്ക്കിരുന്ന് ചോറ് ഇറങ്ങില്ലേ? വീട്ടിലുള്ളവരെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അമ്മയുള്ളപ്പോഴേ ഉള്ള പതിവാണ്. എന്റെ വീട്ടിൽ ഈ പതിവില്ല. എനിക്കിത് ഇഷ്ടവുമല്ല. സുലോചനെ, പല ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നെങ്കിൽ കഴിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്നിട്ട് പോയ ശേഷം ആച്ചി വിളിച്ച് വാരിത്തരാൻ പറയൂ. ഗോപി എന്താ ആഹാരം കഴിക്കാത്തത്? കഴിക്കൂ ഗോപി. തെറ്റെന്റേതാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കൂടെ ഇരിക്കരുതായിരുന്നു. കഴിക്കൂ ഗോപി. സുലോചനയ്ക്ക് എരിശ്ശേരി കുറച്ചുകൂടെ ഇടട്ടെ? ഭക്ഷണം കഴിക്കൂ ഗോപി. സുലോചനെ, മോളെ സുലോചനെ, ഇന്ന് അവധിയാണോ? സെക്കൻഡ് സാറ്റർഡേ ആണ്. ഇതങ്ങ് കളഞ്ഞേക്ക്. ആച്ചി, ആച്ചി വിളിക്കുന്നു. എന്താ അച്ഛാ? എന്താണ്? മാലതി, നീ ഭാഗ്യവതിയാണ്. അച്ഛൻ എന്തിനാ സങ്കടപ്പെടുന്നത്? എന്റെ കണക്കൂട്ടലുകൾ തെറ്റിമോളെ. സുലോചന മൂത്രം എടുത്തു കളയാൻ മടിച്ചു അല്ലേ? അച്ഛനെ ശുശ്രൂഷിക്കാൻ ഞാനുണ്ട്, അച്ഛന്റെ മോളുണ്ട്.